പാലക്കാട് മണ്ഡലത്തിലെ UDFന്റെ വിജയാഹ്ലാദത്തിനെ തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അകാരണമായി ആക്രമണം നടത്തുകയും പിന്നാലെയുണ്ടായ പോലീസ് നടപടിയിലും ശക്തമായി പ്രതികരിച്ച് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദം കടന്നുപോകുന്ന സന്ദർഭത്തിൽ മുഖംമൂടി ധരിച്ച UDF പ്രവർത്തകൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലെടുത്തെറിയുന്നതിന്റെ ദൃശ്യം പുറത്തേക്ക് വന്നു. കല്ലാണോ മറ്റെന്തെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ ദൃശ്യം പുറത്തു വന്നു. ഈ രീതിയിൽ അകാരണമായി പ്രകോപനം സൃഷ്ടിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്ത ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ആക്രമണത്തിലാണ് ജില്ലാ സെക്രട്ടറി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. മാന്യമായിട്ടാണ് ഇങ്ങോട്ട് പെരുമാറുന്നതെങ്കിൽ ഭരണത്തിലില്ലെങ്കിൽ പോലും ആ മാന്യതയോടുകൂടി തിരികെ പെരുമാറും. ഇല്ലെങ്കിൽ അത്തരം സമീപനങ്ങളോട് വളരെ മോശമായി പെരുമാറാനും ഇടതുപക്ഷത്തിന് അറിയാമെന്നതിന്റെ താക്കീതാണ് ജില്ലാ സെക്രട്ടറി പോലീസിന് നൽകിയത്. പോലീസ് എപ്പോഴും പോലീസിന്റെ ഒരു രീതി ഉണ്ടല്ലോ. പോലീസ് ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓടൊന്നും വലിയ അനുഭാവം കാണിക്കാത്ത ഒരു കൂട്ടരാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പോലീസിന്റെ എല്ലാ കൊള്ളരായ്മയും എല്ലാ കാലത്തും ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. അപ്പം അതിൻ്റെ ഒരു ആവേശമാണ് ഇന്നലെ കാണിച്ചത്. അതൊന്നും പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഭരണത്തിലല്ലാതിരിക്കുമ്പോൾ ഉള്ള CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇനി പോലീസ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം മാന്യമായി കാര്യങ്ങളെ കണ്ട് ന്യായപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സേന ശ്രമിക്കുന്നത്. ഇന്നലെ ഉണ്ടായൊരു വിഷയം ജില്ലാ കമ്മിറ്റി ആഫീസിന്റെ മുമ്പിലേക്ക് പടക്കമെറിയുകയാണ് ചെയ്തത്. വലിയ ശബ്ദത്തോടു കൂടി ഒരു പടക്കം പൊട്ടുന്നു. ആ പടക്കം എറിഞ്ഞ ലീഗിൻ്റെയോ മറ്റോ പ്രവർത്തകനെയാണ് പോലീസ് ജീപ്പിൽ കയറ്റുന്നത്. ആ ജീപ്പിൽ കയറ്റിയ പ്രവർത്തകനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്നും UDFന്റെ പ്രവർത്തകർ ഇറക്കി വിടുകയാണ്. ആ ഇറക്കി വിട്ട് പിന്നെ അവർ നേരെ പോലീസും ഈ പറയുന്ന UDFന്റെ പ്രവർത്തകരും നേരെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തള്ളിക്കയറുകയാണ്. ആ തള്ളിക്കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് SFIന്റെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ 5 മണി വരെ നിന്ന് നമ്മുടെ ജയിച്ച MLA മാർക്കെല്ലാം ഒരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന SFIക്കാരെ അകാരണമായി അനാവശ്യമായി പോലീസ് ലാത്തി വീശിയത് ഒരു കാര്യമില്ല. ഒരു കാര്യം പോലീസ് മനസ്സിലാക്കേണ്ടത്, CPM സംബന്ധിച്ചിടത്തോളം ഭരണത്തിലില്ലാതിരുന്ന നിങ്ങളുടെ എല്ലാം കുതിര കയറാം എന്നാണ് ഇവർ ആലോചിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നും അത് വിലപ്പോവില്ല എന്ന് ഇനിയുള്ള ദിവസം മനസ്സിലാക്കണം. മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ അതിനേക്കാൾ കൂടുതൽ മാന്യതയോടുകൂടി ഞങ്ങൾ പെരുമാറും. നിങ്ങളുടെ മാന്യത വിട്ടാൽ അതിനേക്കാളും മാന്യത വിടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രവർത്തകരാണ് ഞങ്ങളും. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വേദനയുണ്ടാകുക, ഞങ്ങളുടെ പാർട്ടി കേന്ദ്രത്തെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് UDFും അതുപോലെ തന്നെ പോലീസും വന്നാൽ അതിനെല്ലാം ചെറുക്കാനുള്ള കരുത്ത് നല്ലതുപോലെ എല്ലാ കാലത്തും ഉണ്ട്. അതിനേക്കാളും 10 ഇരട്ടി കരുത്ത് ഇപ്പോൾ മറ്റേ പാലക്കാട് ജില്ലയിലെ പാർട്ടിക്ക് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകരോട് ഈ രീതിയിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം കൊടുത്തത് UDFന്റെ നേതൃത്വമാണോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. സംസ്ഥാനത്തുടനീളം UDFന് തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കോയ്മ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിന്റെ ആവേശത്തിൽ നിലവിൽ ഇടതുപക്ഷത്തിന്റെ ഓഫീസുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ കാസർഗോഡ് തൃക്കരിപ്പൂരിലും പിന്നാലെ പാലക്കാടും നടക്കുന്ന സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിന് ശേഷം അക്രമം നടത്തിയവർക്കെതിരെയല്ല, അത് ചോദ്യം ചെയ്തവരെ പോലീസ് കയറി മർദ്ദിക്കുന്ന സാഹചര്യം, അതിൽ ഒരംശം പോലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഭരണത്തിൽ ഇരിക്കുന്ന CPMഉം ഭരണത്തിലില്ലാത്ത CPMനെ കുറിച്ചും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്
നന്നാവുമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അധികാരത്തിലില്ല എന്ന് കരുതിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവിടെ അവസാനിച്ചു എന്നല്ല, ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉണ്ടാകും. വിജയിച്ചതിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നതിനെ ഒരിക്കലും വച്ച് പൊറുപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.